സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം. ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി, മഞ്ചേരി റോഡ്, വണ്ടൂർ. ഭരണപക്ഷ ഉദ്യോഗസ്ഥ വിഭാഗങ്ങൾ രണ്ടു വഴിക്ക്. ചോക്കാട് പഞ്ചായത്ത് ഭരണം അവതാളത്തിൽ. വ്യക്തിഗത ആനുകൂല്യങ്ങളും വികസന പ്രവർത്തനങ്ങളും ഫയലിൽ കുരുങ്ങി മുടങ്ങുമെന്ന് ആശങ്ക. ചോക്കാട് പഞ്ചായത്തിൽ 2 വർഷത്തോളമായി അനിശ്ചിതാവസ്ഥ തുടരുന്നുവെന്ന ആക്ഷേപം ശക്തമാണ്. വ്യക്തിഗത ആനുകൂല്യങ്ങൾ, കുടിവെള്ള പ്രശ്നം തുടങ്ങിയവയുടെ മുടക്കം കാരണം പൊതുജനങ്ങൾ പഞ്ചായത്തിലേക്ക് തള്ളിക്കയറുന്നത് നിത്യസംഭവമായിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതിയുടെ ഗുണഭോക്താക്കളെ വട്ടം കറക്കുന്നതിന്റെ പേരിൽ 1 മാസത്തിൽ ഇത് 2 തവണയാണ് ഗുണഭോക്താക്കൾ പഞ്ചായത്ത് ഓഫീസിൽ കയറി ബഹളം വെച്ചത്. നേരത്തെ പുറത്തായ ലൈഫ് ഗുണഭോക്താക്കളെ വീണ്ടും ഉൾപ്പെടുത്തി ഫണ്ട് നൽകാൻ ബോർഡ് യോഗം തീരുമാനിച്ചു. എന്നാൽ ഇത് നടപ്പാക്കാനും യഥാസമയം നിർവഹണ പ്രക്രിയ പൂർത്തീകരിച്ച് ഫണ്ട് നൽകാനും ഉദ്യോഗസ്ഥർ വിസമ്മതിക്കുന്നതാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പഞ്ചായത്ത് ബോർഡ് കുറ്റപ്പെടുത്തുന്നു. ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഗുണഭോക്താക്കളുടെ ഗ്രാമസഭയിൽ തെരഞ്ഞെടുത്ത ഗുണഭോക്താക്കളെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലെ ഭരണസമിതി പല ഘട്ടങ്ങളിലായിട്ട് ഇതിൻ്റെ സാധൂകരണം പോവുകയും അവസാനം ജനുവരി 15-ാം തീയതിക്കുള്ളിൽ തീരുമാനം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ഭരണസമിതിയിൽ അത് തീരുമാനമാകുമെന്ന ഉറപ്പുള്ളതുകൊണ്ടും ഭരണസമിതി എന്ന നിലയ്ക്ക് 18 വാർഡിലെ മെമ്പർമാരും ഒരു ജനപ്രതിനിധികളാണെന്നതിൻ്റെ അടിസ്ഥാനത്തിലും ഈ തീരുമാനങ്ങളെല്ലാം അവരോടും പങ്കുവച്ചിരുന്നു ഞങ്ങൾ. ആ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഇതിൻ്റെ വക്താക്കളാകാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ LDFിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ വന്നത്. ആ കൂട്ടത്തിൽ തന്നെ ഇതിൽ ലൈഫിലെ ആളുകൾ അനർഹരുണ്ടെന്ന് പറഞ്ഞ് പരാതി കൊടുത്ത ആളുകളുണ്ട്. ആ വിരോധാഭാസങ്ങൾ മനസ്സിലാക്കണം. പരാതിക്കാരൻ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ നൽകണമെന്ന് പറഞ്ഞ് വരിക. ഇവിടെ 3-ാം വാർഡിലെ ഒരു പാർട്ടിക്കാരുണ്ട്. ഇവിടുത്തെ 18 മെമ്പർമാരിൽ 12 മെമ്പർമാർ അയോഗ്യനാക്കണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്താ കാരണം? ഈ ലൈഫിൽ തിരുമറി എടുത്തി പറഞ്ഞ് ആ ആളാണ് ഇവിടെ വീട് കൊടുക്കണം എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മാഞ്ചേരി റസാഖ് എന്ന് പറയുന്ന ആള് എൻ്റെ മഞ്ഞപ്പെട്ടി വാർഡിലെ ആളാ. അദ്ദേഹം CPIM-ന്റെ നേതാവാ. അദ്ദേഹമാണ് ഇതിന് പരാതി കൊടുത്തുള്ളത്. ഇവിടെ പരിശോധിച്ചാൽ അറിയാം. ഏതാണ് ഗ്രാമസഭയിൽ അനധികൃതമായി തള്ളിക്കയറ്റിയ ആളുകളുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞ് മാഞ്ചേരി റസാഖ് കൊടുത്ത വിവരാവകാശത്തിന്റെ അപേക്ഷ ഇവിടെ കിടക്കുന്നുണ്ട്. അയാൾക്ക് വേണ്ടിയിട്ട് സാമ്പത്തികം കൊടുത്തതാരാ? മഞ്ഞപ്പെട്ടി CPM-ന്റെ നേതാവാ. അതുപോലെ തന്നെ മംഗൾശ്ശേരി അസീസ് എന്ന് പറയുന്ന LDFിന്റെ ഒരു നേതാവുണ്ട്. ഇവിടെ വന്നിട്ട് വിജിലൻസിനെ കൊണ്ടുപോയി വലിയ പറമ്പൻ ഉസ്മാൻ എന്ന് പറയുന്ന ആളെ അയാളുടെ വീടും പരിസരവും കാണിച്ചു കൊടുത്താരാ? ഈ പറയുന്ന ആളുകളൊക്കെയാ. ഇവരാണ് ഇന്നിവിടെ വന്നിട്ട് ഞങ്ങളാണ് ഇതിൻ്റെ ആൾക്കാരെന്ന് പറയുന്നത്. ഇത് സത്യസന്ധന്മാരുണ്ടാ കൂട്ടത്തിൽ. പക്ഷെ എല്ലാവരും സത്യസന്ധന്മാരല്ല. ഒരു കാര്യം പറയാനുള്ളൂ, കബളിപ്പിക്കുന്നവര് എല്ലായിടത്തും വന്നുകൊണ്ട് ആളാവരുത്. അത് വളരെ മോശാ. രാഷ്ട്രീയത്തിൽ പരാജയം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പാവപ്പെട്ടവരെ ബുദ്ധിമുട്ടിക്കരുത്. ഞങ്ങൾ തീരുമാനം കൊടുക്കുമെന്നാണ്. അതിലൊരു മാറ്റമല്ല. ഭരണസമിതി തീരുമാനിച്ച നടപ്പിലാക്കാനുള്ള ആർജവം ഞങ്ങൾക്കുണ്ട്. അതിന് ഉദ്യോഗസ്ഥരും എന്തെങ്കിലും ചെയ്താൽ അവർക്കത് നടപടി ഉണ്ടാകുമെന്ന് മാത്രം പറയുന്നു. നേരത്തെ ലൈഫ് ലിസ്റ്റിനെതിരെ പരാതി ഉയരുകയും വിജിലൻസ് അന്വേഷിക്കുകയും ചെയ്തെങ്കിലും അഴിമതി കണ്ടെത്തിയില്ല. എന്നാൽ ഇതിന്റെ പേരിൽ സാങ്കേതികത്വം ആരോപിച്ചാണ് ഉദ്യോഗസ്ഥർ ഉടക്കു നിൽക്കുന്നത്. ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് 30 വീടുകൾക്ക് വിജിലൻസ് അന്വേഷണം നേരിട്ടിരുന്നു. ഈ വിജിലൻസ് അന്വേഷണം നേരിട്ട് കുടുംബങ്ങൾ ഒരു 2 വർഷത്തോളമായി ഈ ലിസ്റ്റിൽ അവർക്ക് വീട് കിട്ടും, വീടെന്ന സ്വപ്നം പൂവണിയോ എന്ന് നോക്കി നിൽക്കുന്നു തുടങ്ങിയിട്ട് ഇതുവരെ ഇതിനൊരു തീരുമാനമായിട്ടില്ല. പല ബോർഡുകളിലും ഞങ്ങൾ ഇതിനെപ്പറ്റി ചർച്ച നടത്തിയിട്ടുണ്ട്. പല ബോർഡുകളിലും ഇത് വിജിലൻസ് അന്വേഷണം വന്നത് കഴിഞ്ഞതിന് ശേഷം അത് തീരുമാനം എന്തായെന്നുള്ള പ്രസിഡന്റിനോട് നേരിട്ട് പോയി ചോദിക്കാൻ ഞങ്ങൾ ബോർഡിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ വിജിലൻസിൽ പോകും, തിരുവനന്തപുരത്ത് പോയിട്ടൊക്കെ തീരുമാനം ചോദിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ആ തീരുമാനമൊന്നും ഇന്ന് വരെ ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഗുണഭോക്താക്കളെയും കൊണ്ട് CPM-ന്റെ മെമ്പർമാരും പാർട്ടി പ്രവർത്തകരും AS-ന് ഇപ്പോൾ ചോക്കാട് പഞ്ചായത്തിലുള്ള സെക്രട്ടറി ചാർജുള്ള AS-ന്റെ അടുത്ത് വന്ന് തീരുമാനം ചോദിച്ച സമയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് തീരുമാനമൊന്നും പറയാനില്ല, ഞാൻ പഠിച്ചതിന് ശേഷം തൊട്ടടുത്ത ബോർഡിൽ അതിനുള്ള തീരുമാനം അജണ്ട വെച്ച് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു.
ഈ തൊട്ടടുത്ത ബോർഡ് ഇന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇന്നത്തെ ബോർഡിൽ അജണ്ട പോലും ഇല്ല. ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് അജണ്ട പോലും വെച്ചിട്ടില്ല. അത് മീറ്റിംഗ് നോട്ടീസ് സാധാരണ ഞങ്ങൾക്ക് തരുമ്പോൾ 3 ദിവസം മുമ്പ് ഞങ്ങൾ ഒപ്പിട്ട് വാങ്ങിക്കണം. ഈ മീറ്റിംഗ് നോട്ടീസ് വന്ന സമയത്ത് ഞങ്ങൾ ഈ അജണ്ട ഇതിലില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളിത് ഒപ്പിട്ട് വാങ്ങില്ല എന്ന് കർശനമായി പറഞ്ഞതുകൊണ്ട് 2024-25 സാമ്പത്തിക വർഷ പദ്ധതി പുരോഗമനം ചർച്ച ചെയ്യുന്നതിനോട് കൂടിയിട്ട് ആ അജണ്ടയിൽ ഉൾപ്പെടുത്തി ഈ കാര്യം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്ന് ബോർഡിലേക്ക് വന്നത്. ഈ ബോർഡിലേക്ക് വന്ന സമയത്ത് ഈ ആളുകൾക്ക് ഗുണഭോക്താക്കൾക്ക് വീട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നോട്ട് ഞങ്ങൾ പറഞ്ഞപ്പോൾ സെക്രട്ടറി എന്ന നില ഉദ്യോഗസ്ഥ തലത്തിലും അതിന് പ്രശ്നങ്ങളുണ്ട്. ഒരു രേഖയും വെറുതെ ഒരു ഓഫീസിലേക്ക് വാങ്ങി വെക്കാൻ പാടില്ല. ആ വാങ്ങി വെക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാന്നുള്ളത് കൂടി ആ ഉദ്യോഗസ്ഥൻ പറയണം. അതൊന്നും പറയാതെയാണ് ഇവിടെ രേഖകൾ വാങ്ങി വെച്ചിട്ടുള്ളത്. അതിൽ ഭരണസമിതിക്ക് ഒരു എതിരഭിപ്രായമില്ല. 18 ആൾക്കും ഒരേ അഭിപ്രായമാണ് ഇത് വരണം എന്നുള്ളത്. പക്ഷേ ഇത് വരാൻ വേണ്ടിയിട്ട് ഈ ഗുണഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഭരണസമിതിക്ക് നല്ല പങ്ക് അതിലുണ്ട്. തന്നെയല്ല, ഈ ഗുണഭോക്താക്കള് ഇവിടെ വരുന്ന സമയത്ത് ഈ NOC കൊടുക്കുന്ന സമയത്ത് ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് NOC പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്നത്. ഇത് സെക്രട്ടറി അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ പാടില്ല. സെക്രട്ടറി അറിഞ്ഞിട്ടാണ്. നമ്മൾ സാധാരണ ഒരു വീട് വെക്കുന്ന ആള് പഞ്ചായത്തിൽ നിന്ന് അനുമതി പത്രം വാങ്ങുമ്പോൾ ഈ ഒരാൾ എൻ്റെ പേരാണെന്നുണ്ടെങ്കിൽ ഷാഹിന ഗഫൂർ എന്ന ആൾക്ക്, കാരക്കുന്നൻ എന്ന ആൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് അനുമതി കൊടുക്കുക. ഇത് ലൈഫ് ഭവന പദ്ധതി പ്രകാരം ഇന്ന ആൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് NOC കൊടുക്കുന്നത്. അത് സെക്രട്ടറി അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ പാടില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഈ തൊട്ടടുത്ത കഴിഞ്ഞ ദിവസം സെക്രട്ടറിയെ കാണാൻ വന്നപ്പോഴാണ് ഈ അജണ്ടയുമായി ബന്ധപ്പെട്ട മുന്നോട്ടുള്ളൊരു അനക്കം കൂടി ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ പാവപ്പെട്ട ആളുകൾക്ക് വീട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തീരുമാനമുണ്ടാക്കി അവർക്ക് ഈ മാർച്ചിന്റെ ഉള്ളിൽ തന്നെ എഗ്രിമെന്റ് വെക്കാനുള്ള സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് എന്ന് കൂടിയിട്ട് ഞങ്ങൾ അറിയിക്കുകയാണ്. പഞ്ചായത്തിലെ നിലവിലെ സ്ഥിതി മോശമായ അവസ്ഥയിൽ തുടരുന്നതിനാൽ നടപ്പു വർഷത്തെ പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്. ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടം പാടം, വണ്ടൂർ.